മെരിലാൻഡ് ചിത്രങ്ങളിലൂടെ മാനവ ജീവിതത്തിന് കിട്ടിയിട്ടുള്ള ഒരു സാരോപദേശങ്ങൾ ധാരാളമുണ്ട്. സാത്വിക ഭാവങ്ങളുള്ള ഗാനങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് ഈശ്വരചിന്തയിലൊന്നേ എന്ന് തുടങ്ങുന്ന കമുറ പുരുഷോത്തമൻ പാടിയിട്ടുള്ള പാട്ട്. അതും തിരുനേനാർക്കുറിച്ചി മാധവൻ നായർ എഴുതുകയും ബ്രദർ ലക്ഷ്മണൻ ഈണം നൽകുകയും ചെയ്തിട്ടുള്ള പാട്ടാണ്. ഇരുവരും മെരിലാൻഡിന് വേണ്ടിയിട്ടാണ് പാട്ടുകൾ ഒരുക്കിയിട്ടുള്ളത്. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീ ഉലകിൽ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീ ഉലകിൽ. ഇഹപര സുകൃതം ഏകിടുമാർക്കും ഇതു സംസാര വിമോചന മാർഗം. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമീ ഉലകിൽ. വളരെ ഫിലോസഫിക്കലായിട്ടുള്ള മീനിങ് ഉള്ള എന്നും ശാശ്വതമായിട്ടുള്ള ഒരു ഗാനമാണത്. അത് കുചേലൻ അദ്ദേഹം ശ്രീകൃഷ്ണനെ കാണാനായിട്ട് പോകുമ്പോൾ ഇങ്ങനെ തമ്പുരുമീട്ടി പാടുന്നതായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആക്ച്വലി ആ പാട്ട് കേൾക്കുമ്പോൾ എന്നും ഇന്നും അല്ലെങ്കിൽ എന്നും അത് നമ്മുടെ മനസ്സിനകത്തൊരു ഭക്തിയുടെ ഒരു ഇത് നമ്മൾ മനസ്സിൽ അത് ഉണ്ടാക്കുന്നുണ്ട് ആ പാട്ട്. കണ്ണിൽ കാൺമത് കളിയായി മറയും, കാണാത്തതു നാം എങ്ങനെ അറിയും. കണ്ണിൽ കാൺമത് കളിയായി മറയും, കാണാത്തതു നാം എങ്ങനെ അറിയും. ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും, മന്നിതുമായ നാടകരംഗം. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീ ഉലകിൽ. അന്ന് സാധാരണ പ്രേം നസീറിനെ വെച്ചൊക്കെയാണ് അന്ന് ചിത്രീകരിക്കേണ്ടത്. കൃഷ്ണനായിട്ട് അന്ന് നമ്മുടെ മലയാള സിനിമയിലുള്ള ആൾ പ്രേം നസീറാണ്. പക്ഷെ അദ്ദേഹം അതിലും അപ്പുറം ചിന്തിച്ചു. അന്ന് ഈ ശ്രീകൃഷ്ണനെ നമ്മൾ കാണുന്നത് ഈ ശിവകാശിയിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് വരുന്ന ശ്രീകൃഷ്ണൻ, നീല കളറൊക്കെയുള്ള ശ്രീകൃഷ്ണൻ, അത് തെലുങ്കിലെ കാന്താറാവു എന്ന നടനാണ്. അദ്ദേഹത്തിനെ ഈ മെരിലാൻഡിൽ ഈ മലയാളക്കരയിൽ അദ്ദേഹം കൊണ്ടുവന്നു. കുചേലനായിട്ട് വളരെ ശോഷിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ആരും അവതരിപ്പിച്ചാലും ആരും ഒന്നും കുറ്റം പറയാനില്ല. പക്ഷേ കാന്താറാവ് വരുന്നത് കൊണ്ട് അതുപോലെ നിൽക്കുന്ന ഒരു നടൻ വേണം എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യിക്കണം എന്നുള്ളതുകൊണ്ട് CSR റാവു എന്ന് പറയുന്ന മറ്റൊരു തെലുങ്ക് നടനെ കുചേലനായിട്ട് കൊണ്ടുവന്നു. ഇരുവരും ചേർന്നിട്ടാണ് ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. പത്തു ലഭിച്ചാൽ നൂറിനുദാഹം, നൂറിനെ ആയിരം ആക്കാൻ മോഹം. ആയിരമോ പതിനായിരമാകണം, ആശയ്ക്കുലകിതിലളവുണ്ടാമോ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമീ ഉലകിൽ. കിട്ടും വകയിൽ തൃപ്തിയഴാതെ, കിട്ടാത്തതിനായി കൈനീട്ടാതെ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീ ഉലകിൽ.